ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ സ്തോത്ര പ്രാർത്ഥനാ സമയത്ത് നിങ്ങളോടുകൂടി ആയിരിക്കാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഇങ്ങനൊരവസരം ഒരുക്കി തന്നതായിട്ടുള്ള ജിക്കി മോനോടും കുടുംബത്തോടുമുള്ള എൻ്റെ അഗൈതവമായ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. മാത്തുക്കുട്ടി അങ്കിളുമായിട്ടായിരുന്നു എൻ്റെ ബന്ധം. അന്ന് നിക്കറല്ല പാൻ്റായിരുന്നെന്ന് തോന്നില്ലയോ. സ്കൂളിൽ പഠിക്കുന്നതായ ഒരു കൊച്ചനായിരുന്നു വിജിക്ക്. വളരെയധികം പ്രാർത്ഥിക്കുകയും വളരെയധികം ആത്മീകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിന് മാതാപിതാക്കളുടെ ആത്മീകമായ ജീവിതത്തിൽ കൂടെ ലഭിച്ചു. അതാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത്. കിങ്സ് മെഡോസ് നിങ്ങളൊക്കെ കണ്ടു കാണുകയോ. ജിക്ക് നിർമ്മിച്ചതായിട്ടുള്ള കൺവെൻഷൻ സെന്റർ. ഈ ചെറുപ്രായത്തിൽ തന്നെ he has achieved many things. Now he has completed King's Palace also. We are witnessing that now. ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം how this happens. ഇതൊന്നുമല്ല എൻ്റെ പ്രസംഗ വിഷയം കേട്ടോ. പക്ഷെ ഞാൻ ഓർപ്പിക്കുന്ന ഒരു വലിയ സത്യം, എ ലൈഫ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് എ ലൈഫ് വിത്തൗട്ട് ക്രൈസ്റ്റ്, എ സീ ഓഫ് ഡിഫറൻസ്. I do not know how many of you have noticed when you were singing these worship songs, both Jane and Jean standing here and singing, I was watching them. അവരുടെ കാലുകൾ നിങ്ങൾ നോക്കിയെങ്കിൽ it was moving like a dancing, you know. It's a beautiful song. When the Spirit of the Lord comes in me, I will sing like David sang. When the Spirit comes into me, I will dance like David danced. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ദാറ്റ്സ് ദ ഡിഫറൻസ്. 1-ാം സങ്കീർത്തനം എല്ലാവർക്കും കാണാതറിയാമല്ലേ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും. We have to decide where we are today. Amen. എൻ്റെ പ്രസംഗമല്ല കേട്ടോ. This is just an introduction. He has given me 45 minutes. And you have food also, so you can patiently wait. So, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അടുത്തത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ലോട്ടറി കിട്ടുന്നവനല്ല, കൊട്ടാരം കെട്ടുന്നവനല്ല. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാതെയും ഇരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. അടുത്ത അടി വരയിട്ടു 1-ാം സങ്കീർത്തനത്തിൽ. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇക്കിടം എടുക്കുന്നതല്ല കേട്ടോ. I don't give any credit to him. Only his connection with the Lord. ദൈവത്തോടുള്ള ബന്ധം. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും because there is a God. And that God is directing him. നമ്മൾ പാടിയ പാട്ട് ഇവരിവിടുന്ന് തകർത്ത് പാടുന്നത് കേട്ടു. ഇത്രയും ആളുകൾ പാടിയ എനിക്കൊന്ന് വീടിൻ്റെ ഈ ഫാനൊക്കെ ഇളകി വീഴേണ്ടതായിരുന്നു. But I didn't hear.
അല്ല, മനോഹരമായ പാട്ട് പാടി. യേശു യേശു അവൻ ആരിലും വലിയ. ഏത് യേശുവാണ്? പിശാച് യേശുവിനെ കണ്ടപ്പോഴും പറഞ്ഞു ദാവീദ് പുത്രൻ. എവരിബഡി നോസ് യേശു. അപ്പം നിങ്ങളുടെ ഈ വർഷിപ്പൊക്കെ ദൈവം കേട്ടോ, ദൈവത്തെ സ്തുതിച്ചതൊക്കെ. Now God wants to speak to us. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ആ പാട്ട് പാടുമ്പോൾ എങ്ങനെയാണ് പാടുന്നതെന്ന് അറിയാമോ? യേശു യേശു അവനാരിലും വലിയവൻ, യേശു എൻ്റെ യേശു അവനാരിലും മതിയായവൻ. A personal relationship with the living God. എൻ്റെ യേശു എന്ന് പാടണം. അങ്ങനെ പാടുമ്പോഴാണ് സ്വർഗം സന്തോഷം. ഈ ഭൗതികമായ അനുഗ്രഹങ്ങളുടെയൊക്കെ അപ്പുറത്ത് there are certain realities, പലപ്പോഴും നമ്മൾ വിട്ടുകളയുന്നതായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് നാം മനസ്സിലാക്കണം. ചുരുങ്ങിയ സമയം കൊണ്ട് അത് നിങ്ങളുടെ മുൻപിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അതിനായി ഞാൻ തിരഞ്ഞെടുത്തതായിട്ടുള്ള വേദഭാഗം ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. Deuteronomy chapter 8 verse 1. ഈ ഭവന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രതിഷ്ഠിച്ചു. ഇവിടെ നാം ഒരു കുരിശും വരയ്ക്കേണ്ട, ഒരു മുദ്രയും ഇടേണ്ട. If a child of God lives here, the God's presence is here and he will protect the whole home and the family. വൈരമോളെ, നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. Gracious Heavenly Father, we thank you for this wonderful evening you have given to us. You have enabled us to be in the land of the living, to thank you, to praise you, and to worship you. Father, as we meditate on your word, speak to us, not human wisdom, not human words. We want to hear you. We are opening our hearts, opening our ears. You talk to us. Wherever there is correction is required, the Holy Spirit can do it. Father, right from the beginning till the end, we need your presence in the midst of us. Bless us. Continue to lead us. In Jesus' mighty name I pray. Amen. Every creation God created with a purpose, with a plan. ഒരു പ്ലാൻ ഇല്ലാതെ, ഒരു പദ്ധതി ഇല്ലാതെ ദൈവം തല മനുഷ്യൻ പോലും ഒന്നും ഈ ലോകത്തിൽ സൃഷ്ടിക്കുന്നില്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം ജനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 15 and 16. എന്താണ് ദൈവം ചെയ്തത്? യഹോവയായ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്ന് അവിടെ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും. 16-ാമത്തെ വാക്യത്തിൽ it is beautiful. You can eat all the fruits. ഇഷ്ടം പോലെ നിനക്ക് ഭക്ഷിക്കാം. അങ്ങനെയല്ലേ മോളെ? You are free to eat from any tree in the garden. But you must not. No, you can eat every fruit. But with a condition God has given. You must not. No, this is the best business advice. God brought this man and says, work hard, take care of the garden, and then he says, enjoy your life. The best business school advice. This is what the world gives today. It is from the Bible. And when it comes to Moses, he says, God has got a plan. നിങ്ങൾ ജീവിച്ചിരിക്കുകയും നിങ്ങൾ വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നിങ്ങൾ ചെന്ന് കൈവശമാക്കുകയും ചെയ്യണം. This is God's plan, God's purpose, and God's ultimate goal as far as each individual is concerned. Brother, sister, it is easy to go to Sunday to the churches.
It is easy to go to a worship center like this. It is easy to sing songs. It is easy to praise God. It is all easy. But we have to think about the reality. നിങ്ങൾ ജീവിച്ചിരിക്കുന്നു. Are we living? Are we living? Yes. എവിടെയോ എങ്ങനെയോ ജനിച്ച് എങ്ങനെയോ ജീവിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എവിടെയോ അവസാനിച്ചു. That's not, അങ്ങനെയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നാം ജീവിച്ചിരിക്കണം. അതിന് യഥാർത്ഥമായ ജീവൻ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. കർത്താവ് പഠിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും ഞാൻ വന്നു. God has come as a human being. നമുക്ക് ജീവൻ നൽകുവാൻ. മോളെ വേഗം വായിരും. എങ്ങനെ എനിക്ക് ജീവൻ ലഭിക്കും? The book of Amos, chapter 5, verse 4. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 4-5 വാക്യം. മോളെ ഇംഗ്ലീഷിൽ എടുക്കാൻ താമസിക്കും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പീൻ. അടുത്ത വാചകം, ബേഥേലിലേക്ക്. Do not seek Bethel. Do not go to Gilgal. Do not go to Gilgal. Do not journey to Beersheba. Do not journey to Beersheba. God says very clearly, listen, my dear brothers and sisters, if you have not seen all these things in the scripture, you have to study the Bible in the right way. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. അന്വേഷിപ്പീൻ എന്നുള്ള വാക്ക്, it is not the right translation, not the right word. ഇതിന്റെ ഒറിജിനൽ തർജ്ജിമയിൽ എഴുതിയിരിക്കുന്ന വാക്കിന്റെ അർത്ഥം, you get connected with God. You get connected with God. മറ്റെല്ലാ മതങ്ങളും മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു പോകുന്നത് പഠിപ്പിക്കുമ്പോൾ, ക്രിസ്തുമാർഗം മാത്രമേ ഉള്ളൂ ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വരുന്നു എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. God comes down. സ്വർഗത്തിന്റെ സകല മഹിമയിലും ഇരുന്ന ആ ദൈവത്തിന്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നു. ഇൻ സെർച്ച് ഓഫ് യു, ഇൻ സെർച്ച് ഓഫ് മീ, നമ്മളെ അന്വേഷിച്ചു വന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ബേഥേലിലേക്ക് പോകരുത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 18-19 ഞാനത് വിവരിക്കുന്നില്ല. യാക്കോബ് ഓടുകയാണ്, സ്വന്തം സഹോദരനെയും മാതാപിതാക്കളെയും ചതിച്ചിട്ട്. അവനോടി മരുഭൂമിയിൽ ചെന്ന് കിടക്കുകയാണ്, ഒരു കല്ലെടുത്ത് തലയിൽ വെച്ച് തലയണയായിട്ട്. ഗാഡ് ആ രാത്രിയിൽ ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ദൂതന്മാർ ഗോവണിയിൽ കയറുകയും ഇറങ്ങുകയും അതിന്റെ മുകളിൽ ഗാഡ് സ്റ്റാൻഡ്സ്. ആ രാവിലെ നേരം അവൻ എഴുന്നേറ്റ് പറയുകയാണ്, വാസ്തവമായിട്ടും ദൈവം ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അതറിഞ്ഞില്ല. താൻ തലയണയായിട്ട് വെച്ച ആ കല്ലെടുത്ത് താൻ അവിടെ നാട്ടി ദൈവത്തിന് സ്തോത്രം കഴിച്ചിട്ട് താൻ അവിടെ നിന്ന് പോകുകയാണ്. ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേരിട്ടു. എന്തുവാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്? നീ ബേഥേലിലേക്ക് പോകരുത്. അവിടെ ദൈവം യാക്കോബിനെ സന്ദർശിച്ച സ്ഥലമാണ്. ഇന്ന് പുണ്യ സ്ഥലം തേടി ആളുകൾ ഓടുകയാണ്. എവിടെ എനിക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമോ? ബ്രദർ, സിസ്റ്റർ, നിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ നീ ഇരിക്കുന്ന ഇടത്ത് ഒരു ബദൽ നൽകുവാൻ എൻ്റെ ദൈവത്തിന് ഇന്ന് കഴിയും. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. നീ രോഗം നിന്നെ ബാധിച്ചെന്നിരിക്കും. ഇന്നെൻ്റെ ഡോക്ടർ, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഡോക്ടർ ഉമ്മൻ ജോർജ്, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഈ മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ച വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഇത് പറയുമ്പോൾ പകുതിയും എനിക്ക് എൻ്റെ മേളിൽ കൂടെയാണ് പോകുന്നത്. ഐ ഡോണ്ട് ഗെറ്റ് എനി ഓഫ് ദോസ് തിങ്സ്. ആൻഡ് ഐ ജസ്റ്റ് ടോൾഡ് ഹിം വൺ തിങ്, God is in control. God has created us as an intricate
അത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. 139 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ഭയങ്കരവും അതിശയവുമായിട്ട് നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കരമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ കരത്തിന് നമ്മളുടെ ഈ സയൻസിൻ്റെ ഒക്കെ മുകളിൽ പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. വി ഷുഡ് ബിലീവ് ദാറ്റ്. അതുകൊണ്ടാണ് നീ ബഥേലിലേക്ക് പോകരുത്. അടുത്ത് പറയുന്നു, ഗിൽഗാലിൽ നീ കടക്കരുത്. ഡോണ്ട് എൻ്റർ ദേർ. എന്താ ഗിൽഗാല്? മോശ മരിച്ചു. 10 ലക്ഷത്തിലധികം ആളുകളെ കൊണ്ടുപോകുകയാണ് യോശുവ, കൊച്ചൻ യൗവനക്കാരൻ. ഈ ജനത്തെ കൊണ്ടുപോകുമ്പോൾ ആദ്യത്തെ കടത്തായിരുന്നു യോർദാൻ കടക്കുക. യോർദാൻ കടന്നു കഴിഞ്ഞ ഉടനെ 4-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ അവിടെ പറയുന്നു, ദൈവം പറയുന്നു, പുരോഹിതന്മാർ ദൈവത്തിൻ്റെ ആ കൂടാരം, പെട്ടകം ചുമന്ന സ്ഥലത്ത് നിന്ന് ഓരോ ഗോത്രത്തിന് ഓരോ അനുസരിച്ച് 12 കല്ലുകൾ നിങ്ങൾ അവിടെ നിന്ന് എടുക്കണം. 12 stones. 4:20 വേഗം വായിരെ. ജോഷുവ 4:20. പതുക്കെ നിർത്തി വായിര്. പാട്ട് പാടുന്നതൊക്കെ വളരെ എളുപ്പമാണ്. But when you study the word of God, slowly you also understand it. And Joshua set up at Gilgal. ഗിൽഗാലിലെ 12 കല്ലുകൾ അവൻ നാട്ടി. ബഥേലിൽ ഒരു കല്ലേ ഉള്ളൂ. ഇന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, സ്നേഹത്തോടെ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു കല്ലോ 12 കല്ലോ ഈ ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നവൻ പോലും അവിടെ പോകും മെഴുകുതിരി കത്തിക്കാൻ. നോ, ഗോഡ് സേസ് വെരി ക്ലിയർലി. പ്രിയ സ്നേഹിത, ഗിൽഗാൽ, യോർദാന്റെ കടത്ത്, യോശുവയെ കടത്തിവിട്ടത് എൻ്റെ ദൈവമാണ്. ആ ദൈവത്തെയാണ് നീ കണ്ടെത്തേണ്ടത്. നീ ഗിൽഗാലിലേക്ക് കടക്കരുത്. അടുത്ത് പറയുന്നു ബെർശേബ, അവിടേക്ക് യാത്ര ചെയ്യരുത്. ബെർശേബ അവിടെ എന്താണ്? അബ്രഹാം. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ അബീമേലെക്കും അബ്രഹാമുമായിട്ട് അവരുടെ വേലക്കാർ തമ്മിൽ എപ്പോഴും യുദ്ധമായിരുന്നു. 33-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് അവിടെ വെച്ച് ഈ രണ്ടുപേരും തമ്മിൽ ഒരു സന്ധി ചെയ്തു. അബ്രഹാം അവിടെ ഒരു പീച്ചുല വൃക്ഷം നട്ടു. ആയിരുമോളെ, Abraham planted a tamarind tree because God has given him victory above his enemy. ആ സ്ഥലത്ത് ഒരു പീച്ചുല വൃക്ഷം. ഓ ബ്രദർ, കല്ലുകളുടെ പുറകെയോ മരങ്ങളുടെ പുറകെ ഓടുന്നതല്ല യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. ഇന്ന് പാടിയപ്പോൾ മോൻ പറഞ്ഞു, the cross is the answer for all your problem. You have to go to there, that cross. കർത്താവിന്റെ കാൽവറിയുടെ അടിവാരത്തിൽ അവിടെ നമ്മുടെ പാപം എല്ലാ ഞായറാഴ്ചയും കർത്താവിന്റെ തിരുവത്താഴ ശുശ്രൂഷ നിങ്ങളതിൽ സംബന്ധിക്കുമ്പോൾ പട്ടക്കാരന് അപ്പത്തിന്റെ നുറുക്ക് തന്നിട്ട് പറയുന്നത്, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട എൻ്റെ ശരീരം. ഓ ബ്രദർ, have you ever thought about it? Have you ever thought the seriousness of that Holy Communion? It says Holy Communion. എൻ്റെ ദൈവത്തിൻ്റെ ശരീരം, എൻ്റെ കർത്താവിൻ്റെ എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ട ശരീരം. Even if I was all alone in this world, Jesus would have died for me. എനിക്ക് വേണ്ടി അവൻ മരിക്കുമായിരുന്നു. ആ കാൽവറിയുടെ അടിവാരത്തിലാണ് അവനെ കണ്ടെത്തേണ്ടത്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, it is easy to worship, it is easy to sing song, and it is easy to do anything in the name of God, but a word, a sincere word, you can say 100,000 words praising God, but a sincere breath from our heart, it is not easy. Tonight, it is not a coincidence. They have renovated this home and this prayer meeting,
I have come here to preach the word of God. Where are we going? In search of God. എൻ്റെ കർത്താവിനെ കണ്ടെത്തുവാൻ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ, ജീവിതത്തിൻ്റെ വേദനകളുടെ നടുവിൽ. Will you say Jesus? Will you accept me? ആ കാൽവറിയിൽ രണ്ട് കള്ളന്മാർ രണ്ട് വശത്ത് കിടന്നു. ഒരു കള്ളൻ പ്രാർത്ഥിച്ചു, നിനക്കെന്നോട് കരുണ തോന്നണം. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ just remember me. That's enough. വലിയ പ്രാർത്ഥനയൊന്നും വേണ്ട, വലിയ ചൊല്ലുകളൊന്നും വേണ്ട, വലിയ ആരാധനകളൊന്നും വേണ്ട. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് say, remember me, O God. ഇന്ന് നീ എന്നോട് കൂടെ പർദീസ ചെയ്തിരിക്കും. This is what the promise of God. I will be with you. ജിക്കി പല പ്രാവശ്യം ഓർപ്പിച്ചു പാട്ട് പാടുന്നതിനിടയിൽ. That's the greatest promise God has given. രണ്ട്, the purpose. This is God's plan. We should live. And God's purpose. നിങ്ങൾ വർദ്ധിക്കണം. ഉൽപ്പത്തി പുസ്തകം 15, Genesis chapter 15 verse 5. അബ്രഹാമിന് മക്കളില്ലായിരുന്നു. സാറായിക്ക് 100 വയസ്സിലാണ് അബ്രഹാമിന് ഒരു മകനെ ലഭിക്കുന്നത്. ദൈവം അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്ന് നിർത്തി മുകളിലേക്ക് നോക്കി പറഞ്ഞു, യു ലുക്ക് അപ്പ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ സാധിക്കുമോ? നിനക്ക് ഈ മണൽത്തരികൾ എണ്ണാൻ സാധിക്കുമോ? അതുപോലെ നിന്റെ സന്തതി വർദ്ധിക്കും. 90 വയസ്സ് മക്കളില്ലാത്തൊരു മനുഷ്യനോട് ഇത് പറഞ്ഞാൽ who will believe? Oh brother, sister, your problem may be very big for you, but our God is much higher than your problems. അവന് സാധിക്കാത്തത് യാതൊന്നുമില്ല. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക, എന്താണ്? മണൽത്തരി പോലെ നിനക്ക് മക്കൾ. I am not talking about biological offsprings. ഒരു ബയോളജിക്കൽ offsprings അല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. We should have spiritual offsprings. 71-ാം സങ്കീർത്തനത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ ഇരിക്കുമ്പോൾ കാണുന്നത് പല ആളുകളും സീനിയർ സിറ്റിസനെയാണ് ഇവിടെ കാണുന്നത്. ഞാൻ 71-ാം സങ്കീർത്തനത്തിൽ 18-ാമത്തെ വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നു. വായിരുമോളെ, Even when I am old and grey, do not forsake me. Even when I am old and grey, do not forsake me. ഇന്നെല്ലാവരുടെയും ആഗ്രഹം we want to somehow live some more days. We want to live some more days. No. പ്രിയ സ്നേഹിത, ദൈവമായുസ് നീട്ടിത്തരുന്നത് he has got a purpose. Don't forsake me. അടുത്ത വാചകം വായിരുമോളെ. Do not forsake me, my God, till I declare your power to the next generation. Till I declare your power and your wonderful work to the next generation. ഇതാണ് നാം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് അവരെ കുറിച്ച് എനിക്ക് 7 കൊച്ചുമക്കളുണ്ട്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല, എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാണ്. ഒരു വാചകം കൂടെ ഞാൻ പ്രാർത്ഥിക്കും. ഇനിയും എനിക്ക് തരാനിരിക്കുന്ന ജനറേഷൻ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും ആ ജനറേഷൻ നിന്നെ സ്നേഹിക്കുന്നവരെ. ഗോ ബ്രദർ, സിസ്റ്റർ, ഡു യു സീ ദ ടെലിവിഷൻ ഓഫ് എസ്പെഷ്യലി മലയാളം ചാനൽസ്? കേരളത്തിൽ എന്താണ് നടക്കുന്നത്? അപ്പനെയും അമ്മയെ അടിച്ചു കൊല്ലുകയാണ്. അവിടെ നടക്കാത്തതൊന്നുമില്ല. ലോകത്തെങ്ങുമില്ലാത്ത സകല രോഗങ്ങളും അവിടെ ഉണ്ട്. എന്താ കാരണം? ഓ സ്നേഹിത, when you run away from God, God will come after you. God will come after you. ഇന്ന് രാത്രികാലം ഞാൻ ഓർപ്പിക്കട്ടെ, നാം എത്രമാത്രം അതിനായിട്ട് നാം ശ്രമിക്കുന്നുണ്ട്. എനിക്ക് വാസ്തവമായിട്ട് എനിക്ക് അടുത്ത തലമുറ, ഒരു ജനറേഷൻ, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നാം ഇവിടെ ജീവിച്ചാൽ മാത്രം പോരാ, നമ്മൾ വർദ്ധിക്കണം. നമ്മൾ വർദ്ധിച്ചാൽ മാത്രവും പോരാ. അവസാനമായിട്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുക.
3 ആഴ്ച വൈറൽ ഫീവർ കഴിഞ്ഞ് അതിൻ്റെ ചുമയുമൊക്കെ കഴിഞ്ഞ് മിനിഞ്ഞാന്നാണ് ഐ ബിക്കെയിം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ജിക്ക് എന്നോട് ചോദിച്ചു വരാൻ സാധിക്കുമോ, ഇല്ലെങ്കിൽ പ്രാർത്ഥന മാറ്റി വെക്കാം. ഐ സെഡ് ഐ ട്രസ്റ്റ് ഇൻ മൈ ഗാഡ്. I trust in him and I'll come. Oh brother, I don't want to take much of your time. I just want to tell you, നാം ജീവിച്ചിരിക്കണം, നാം വർദ്ധിക്കണം. അടുത്ത ദൈവം ആഗ്രഹിക്കുന്നത് പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത സ്ഥലത്ത്, ഉൽപ്പത്തി പുസ്തകം ജനസിസ് ചാപ്റ്റർ 12:1, അബ്രഹാമിനോട് ദൈവം പറയുന്നു, അബ്രഹാമേ, നീ നിന്റെ സ്വജനത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. Oh brother, tonight a reality. Whatever we have in this world, we are just sojourners. We are just travelers here. സങ്കീർത്തനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു, കാറ്റടിക്കുമ്പോൾ ഇല്ലാതെ പോകുന്നു. You mean to say this beautiful renovated building and the people will remain right all alone? No, it is not going to happen. One day all of us will have to leave this and go. പേടിപ്പിക്കുകയല്ല, ഭയപ്പെടുത്തുകയല്ല. We must understand the reality. അബ്രഹാമിനോട് പറഞ്ഞു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര ചെയ്യണം. എവിടേക്ക് പോകുന്നു എന്നറിയാതെ അബ്രഹാം യാത്ര ചെയ്യുന്നു. എബ്രായ ലേഖനം ഹീബ്രൂസ് 11:9 and 10. കനാൻ ദേശത്തെത്തിയ ശേഷവും അബ്രഹാം കൂടാരത്തിൽ വസിച്ചു. ദൈവം കൈപ്പണിയല്ലാതെ നിർമ്മിക്കുന്നതായിട്ടുള്ള ആ ഭവനത്തിനായിട്ട് അബ്രഹാം കാത്തിരുന്നു. I just want to ask you, നമ്മുടെ ജീവിതത്തിന്റെ ഗോൾ എന്താണ്? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ എല്ലാം ചവറന്നിടുന്നു എന്ന് പറഞ്ഞാൽ, ഈ മനോഹരമായ ബിൽഡിംഗ് പോലും ജിക്കി പറയണം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ചവർ. Nothing but ഞാൻ ചവറന്നിടുന്നു. When you think about that, I am 80 plus. I am just waiting for my call. ചില ആളുകൾ എന്നോട് ചോദിക്കും, ബ്രദർ, ആയുസ്സിന് വേണ്ടി. ഞാൻ പറഞ്ഞു, ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. As long as he wants to keep me here. ഒരാൾ എന്നോട് കൂടുതൽ വിവരിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ അവസാനത്തെ മിനുക്ക് പണികൾ, the best tiles, the best stones, God is putting there now. He is doing that. This is my hope. ഓ പ്രിയ സ്നേഹിത, ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഗോൾ എന്താണ്? പലപ്പോഴും ചില ശവസംസ്കാര ശുശ്രൂഷയിൽ പോകുമ്പോൾ നമ്മളതൊന്ന് ചിന്തിക്കും, പിന്നീട് വിട്ടുകളയും. ഇന്ന് ഈ വീട് ലഭിച്ചതിൻ്റെ സ്തോത്ര പ്രാർത്ഥനയാണ്. ആ സ്തോത്ര പ്രാർത്ഥനയിലാണ് ഈ റിയാലിറ്റി നിങ്ങളുടെ മുൻപിൽ ഞാൻ വയ്ക്കുന്നത്. എന്താണ് റിയാലിറ്റി? ഈ ഭവനത്തിലെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിക്കണം, നിങ്ങൾ വർദ്ധിക്കണം. യു മസ്റ്റ് ഹാവ് സ്പിരിച്വൽ ഓഫ്സ്പ്രിങ്സ്. ഒടുവിൽ പറയുന്നു, പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദേശം. എൻ്റെ കർത്താവ് പറഞ്ഞു വളരെ വ്യക്തമായിട്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഇന്ന് ലോകത്തിന്റെ ഭയം മുഴുവൻ അതാണ്. പ്രിയ സ്നേഹിത, ഡോക്ടർ ഉമ്മൻ ജോർജ് ഇതിനെ കുറിച്ചൊക്കെ വളരെ പഠിച്ച വ്യക്തിയാണ്. മനുഷ്യന്റെ ഇൻട്രിക്കേറ്റ് ക്രിയേഷനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇന്ന് രാവിലെ മനോരമയിൽ നിങ്ങൾ വായിച്ചു കാണും. ഇന്നത്തെ മനോരമയിൽ വായിച്ചു, 28-30 വയസ്സുള്ള ഒരു കാർഡിയോളജിസ്റ്റ് ചെന്നൈയിൽ. അദ്ദേഹം കാർഡിയോളജി ഡോക്ടർമാരുടെ റൗണ്ട്സ് എല്ലാം കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു വീണു. അദ്ദേഹത്തിൻ്റെ
ഹാർട്ട് ഇവർ ഓടിക്കൊണ്ട് എന്ന് ചെയ്യാവുന്ന ആൻജിയോഗ്രാമും പ്ലാസ്റ്റിക് ഗ്ലീസ്റ്റിയും ഒക്കെ ചെയ്തു. But they couldn't save him. But I tell you one thing, this heart is created by this God with a purpose. Hallelujah. Praise God. ഇന്ന് രാത്രികാലം നാം എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട്. We must see that. ആ മനോഹരമായ ഭവനം നാം കാണണം. ഒരു അച്ഛനെ കുറിച്ച്, ഒരു പാസ്റ്ററെ കുറിച്ച് ഒരു ജീവചരിത്രത്തിൽ നിന്ന് വായിക്കാനിടയായി. സാധാരണ പട്ടക്കാർക്ക് റിട്ടയർ ആകുന്നതിന് മുൻപ് ഏറ്റവും നല്ല സഭകളിലാണ് അവർക്ക് ലാസ്റ്റ് അവരുടെ അപ്പോയിൻമെന്റ് കൊടുക്കുന്നത്. എല്ലാവർക്കും അച്ഛന്മാർക്ക് കൊടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് തിരുമേനി നോക്കിയപ്പോൾ ഈ പ്രായമായ അച്ഛന് 1 വർഷമേ മുമ്പിലുള്ളൂ. അദ്ദേഹത്തിന് കൊടുക്കുവാൻ ഒരു സ്ഥലവുമില്ല. ഫൈനലി സോ എ സ്മോൾ വില്ലേജ്, ഒരു ചെറിയ വില്ലേജിൽ അച്ഛനെ വിളിച്ച് ചോദിച്ചു, അച്ഛൻ, ഐ എം സോറി, it is such a small village, will you be able to go and serve there? He said, gladly I will go, wherever my God sends I will go. Bishop, don't feel bad. അവിടെ ചെന്നു ആരാധന തുടങ്ങി. എല്ലാ ദിവസവും ഈ വയസ്സായ അച്ഛൻ ആ ഒറ്റയടി പാതയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാറുണ്ട്. ഏർലി മോർണിംഗ് വാക്ക്, much earlier than 5:30 like that, before anybody could get up. കാരണം ആ ഗ്രാമമാണ്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ദിവസം കണ്ടു, സെമിട്രിക്കകത്ത് നിന്ന് ഒരു പെൺകുട്ടി, 10-11 വയസ്സുള്ള ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വരും. അച്ഛൻ അതിശയം തോന്നി. പ്രായമുള്ള ആളുകൾക്ക് പോലും ഭയമാണ് രാത്രിയിൽ ഇരുട്ടുള്ളപ്പോൾ സെമിട്രിയിൽ പോകാൻ. How this girl is coming out. Achan saw 3 days, 3 times. Continuously this girl was coming out from the cemetery. On a Friday evening service, Achan ആരാധന എടുക്കുന്ന സമയത്ത് ആ ഫ്രൈഡേ ഈവനിങ് സർവീസിൽ അച്ഛൻ കണ്ടു അച്ഛൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഈ പെൺകുട്ടി ഇരിക്കുന്നു. അച്ഛൻ വേഗം ആരാധന തീർത്ത് ഓടിച്ചെന്ന കുഞ്ഞിനോട് ചോദിച്ചു, മോളെ, വാട്ട് ഈസ് യുവർ നെയിം? She said, I am Sally. Then the next question Achan asked, where do you stay? ആ ഗേൾ, ആ കൊച്ചു സാലി, 10 വയസ്സുള്ള കുഞ്ഞ് പറഞ്ഞ മറുപടി, I stay beyond the cemetery. അവളുടെ നാക്കിൽ പറ്റിയ ഒരു പിഴവാണ്. സെമിട്രിയുടെ പുറകിൽ I stay behind the cemetery എന്ന് പറയേണ്ടതിന് പകരം she said, I stay beyond the cemetery. അച്ഛൻ വേഗം ആ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് ആശീർവദിച്ച് പറഞ്ഞു വിട്ടു. രാത്രി വന്ന് അച്ഛൻ ഉറങ്ങാൻ സാധിക്കുന്നില്ല. അച്ഛൻ ഭക്ഷണം കഴിഞ്ഞ് കിടന്നു. കിടക്കയിൽ മുഴുവൻ അച്ഛനോട് ചോദിക്കുകയാണ്, Sally has got a home beyond the cemetery. Do I have? എനിക്ക് അങ്ങനെ ഒന്നുണ്ടോ എന്ന് താൻ തന്നോട് തന്നെ ചോദിക്കുകയാണ്. ഉറക്കമില്ല, കിടന്നുരുളുകയാണ്. ശനിയാഴ്ച താൻ എങ്ങനെയോ തള്ളിവിട്ടു. ഞായറാഴ്ച ആരാധനയ്ക്ക് അദ്ദേഹം പ്രസംഗിക്കണം. ദൈവത്തോട് ചോദിച്ചു. അതുവരെ ഇന്ന് പലപ്പോഴും അച്ഛന്മാർ ഇന്റർനെറ്റിലൊക്കെ നോക്കിയാ പ്രസംഗം ഉണ്ടാക്കുന്നത് കേട്ടോ. ആമേൻ. ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ വേറെ വല്ലവരും എഴുതിയ പുസ്തകമൊക്കെ നോക്കിയാ പ്രസംഗിക്കുന്നത്. നോ, ദൈവത്തോട് ചോദിച്ചു അച്ഛൻ, ഞാൻ എന്ത് പ്രസംഗിക്കണം? ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ സാലിയെ കണ്ട ആ വിഷയം തന്നെ പ്രസംഗിക്കണം. ആ സംഭവത്തിന്റെ അവസാനം അച്ഛൻ എഴുന്നേറ്റ് ഈ സംഭവത്തെ വിവരിച്ച് പ്രസംഗിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, I got the assurance last night from God that I have a beautiful home in heaven എന്ന് പറഞ്ഞു താൻ പുൾപിറ്റിൽ നിന്നൊരു ഭാഗത്തേക്ക് ചരിയുന്നു. മുൻപിലിരുന്ന ആളുകൾ ഓടിച്ചെന്ന് അച്ഛനെ പിടിച്ചു. ചുരുക്കത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്, ആ പ്രസംഗത്തോടുകൂടെ അച്ഛൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ പോലും പറഞ്ഞ വാചകം, അച്ഛൻ മരിച്ചു എന്നാരും പറഞ്ഞില്ല. ആളുകൾ ചോദിച്ചു, what happened to your അച്ഛൻ? He went home. He went home. ഇന്ന് രാത്രികാലം എൻ്റെ പ്രസംഗം അവസാനിക്കുന്നതിന് മുൻപ് 3 ചോദ്യങ്ങൾ. Are we living? If we are living, are we living with Christ and for Christ?
നാം ജീവിക്കുന്നത് യേശുവിന് വേണ്ടി, യേശുവിനോട് കൂടെയാണ്. Are we concerned about our next generation? ദൈവം തന്നിരിക്കുന്ന മക്കൾ, ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവം തന്നിരിക്കുന്ന തലമുറകൾ, അവരെ കുറിച്ച് are we concerned? Finally, our brother, sister, are we confident? Do we have the assurance that I have a home? മാർത്തയോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. നിങ്ങൾ വിചാരിക്കരുത് ഇന്ന് രാത്രിയിൽ ഞാൻ അറിവില്ലാതെയാണ് ഈ പ്രസംഗം നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത്. God never does a mistake. He does everything with a purpose. Why he gave? ഞാൻ 4 പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചു, should I speak on this or Psalm 103 or Psalm 107 verse 30? All these verses came to me, but Holy Spirit said, speak tonight. Oh brother, ലോക സംഭവങ്ങൾ, ഗാസ, യുക്രൈൻ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഇതിൻ്റെയൊക്കെ നടുവിൽ റിയലൈസ് വൺ തിങ്, the end time is coming. Are we prepared? Are we ready? ഞാൻ യേശുവിന് വേണ്ടി, യേശുവിനോട് കൂടെ ജീവിക്കുന്നു. I am really concerned about not only my generation. That's the last commission God gave. എൻ്റെ കർത്താവ് കൊടുത്തു, നിങ്ങൾ ദേശമെങ്ങ് പോയി എൻ്റെ സാക്ഷികളാകണം. And finally, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. I am going to prepare a place for you. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജിക്കിയെ വിളിച്ചു നോക്കി. ജിക്കി wanted to മമ്മീസ് ബർത്ത്ഡേ ഈ ബിൽഡിംഗ് റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്തു. He wanted to finish on Daddy's birthday. അപ്പം ഞാനും ഇങ്ങനെ ദിവസം നോക്കിയിരിക്കുകയായിരുന്നു. എൻ്റെ ദൈവമേ, will I be all right? Will I be traveling and all those things? അപ്പോൾ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ പറയും, അത് ടൈലുകാർ, വാർഡ്രോബുകാർ, ലൈറ്റ് ഇടുന്നവന്, ഇവൻ ഓരോരുത്തർ വന്നിങ്ങനെ ഇങ്ങനെ നീണ്ടു പോയി ഇപ്പോഴെങ്കിലും തീരത്തില്ല എന്ന് പറയും. ബ്രദർ, ഇഫ് ദിസ് മാൻ മെയ്ഡ് കയറി വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് പഴയ വീട് തന്നെയാണെന്ന് എനിക്ക് സംശയം. When man made a mansion is so beautiful, what would be the home which my God is making? Blessed assurance, Jesus is mine. Oh, what a foretaste of glory divine, herald salvation, purchase of God, born of His Spirit, washed in His blood. Oh, this is my story, this is my song. Hallelujah, praising my Savior all the day long. This is my story, this is my song, praising my Savior. Oh, the perfect submission, oh, perfect submission, perfect delight, visions of rapture now burst on my sight. Angels descending, bring from above echoes of mercy, whispers of light. Oh, this is my story, this is my song, praising my Savior all the
with me. Perfect submission, perfectly love, I in my Savior am happy and blessed, watching and waiting, looking above, filled with His goodness, lost in His love. Oh, this is my story. എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. My Savior, all the day long. This is my story. This is my song, praising my Savior all the day long. Is it your story this evening? Is it your song, praising your Savior all the day long? അനുഗ്രഹം ലഭിക്കുമ്പോൾ മാത്രമല്ല, സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. One of the best soliloquies of David. Soliloquies we see in Othello, Macbeth, in the stories of Shakespeare. But in the scripture, you see so many soliloquies. David അവനോട് തന്നെ പറയുകയാണ്, എൻ്റെ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗമേ, all my being within me, bless His holy name. Bless the Lord and forget not all His benefits. അവൻ്റെ ഉപകാരം, അവൻ്റെ അനുഗ്രഹമല്ല. ദൈവം മനോഹരമായ ഭവനം തരുമ്പോൾ, ദൈവം നല്ല വസ്ത്രം തരുമ്പോൾ, ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങൾ അഗോചരമായി വരുമ്പോൾ, it is easy to sing. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ യോബ് പറയുന്നു, നീ എന്നെ കൊന്നാലും ഞാൻ നിന്നെ വിടുകയില്ല. യോബ് 19:25 യോബ് പറയുന്നു, I know my Redeemer liveth. എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. അന്യ കണ്ണുകളല്ല, എൻ്റെ സ്വന്തം കണ്ണവനെ കാണും. 42-ാമത്തെ അധ്യായത്തിൽ യോബ് പറയുന്നു, ഞാൻ യഹോവയെ കുറിച്ചൊരു കേൾവിയെ കേട്ടിരുന്നു. Oh brother, sister, this evening you must have heard only the name of Jesus. But today, God reveals Himself. You need not go anywhere. Don't go to Bethel. Don't go to Gilgal. Don't go to Beersheba. Don't go to any sacred places. Wherever you are, in your anxiety, in your problems, in your trials, and in your cries, there is a God who says, I will answer you. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യങ്ങളാകുന്നു, അതിൽ നിന്നൊക്കെയും യഹോവ അവനെ വിടുവിക്കുന്നു. ഈ മനോഹരമായ ഭവനം ഇത് വീണ്ടും റിനോവേറ്റ് ചെയ്യുവാൻ ജിക്കിക്ക്, റീനാമോൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ദൈവം കൃപ നൽകി. ഈ ഭവനത്തിൽ നിന്റെ മക്കളോടുകൂടെ യേശു ഉണ്ടെങ്കിൽ we don't need anything else. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നൽകിയിൽ പാർക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ അവസ്ഥ. ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കുകയില്ല. ഒരു കുരിശും ഇവിടെ ആരും വരയ്ക്കണ്ട. ഒരു എണ്ണയും ഇവിടെ പുരട്ടണ്ട. എൻ്റെ കർത്താവിനകത്തുണ്ടെങ്കിൽ no other evil can come anywhere near His presence. I will be with you until the end of the ages.
നിത്യനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വാഗ്ദത്തങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് തന്നു. താവേ, പലപ്പോഴും ആ രക്ഷ അനുഭവിക്കാതെ സാക്രമന്തുകളിലും ചടങ്ങുകളിലും ആരാധനകളിലും ഒക്കെ ഞങ്ങൾ ഒതുങ്ങിക്കഴിഞ്ഞു പോകുന്നവരാണ്. നാം അതേ ക്രിസ്ത്യാനിത്വത്തിൽ നിന്ന് ഞങ്ങളെ തട്ടി ഉണർത്തണം. ജീവിക്കുന്ന ക്രിസ്ത്യാനികളായിട്ട് എൻ്റെ കർത്താവ് മാറ്റപ്പെട്ട് കഴിഞ്ഞ് ആ 11 പാവപ്പെട്ട ശിഷ്യന്മാർ, മുക്കുവന്മാർ, ചുങ്കം ഭരിക്കുന്നവർ, ആ പാവപ്പെട്ട 11 ശിഷ്യന്മാർ ലോക ചരിത്രത്തെ ഇളക്കി മറിച്ചു. ഇന്ന് ഞങ്ങൾക്ക് ആരാധനാലയങ്ങളുണ്ട്, സഭകളുണ്ട്, പട്ടക്കാരുണ്ട്, മെത്രാച്ചന്മാരുണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? കർത്താവേ, നിന്റെ സാക്ഷികളായിട്ട് നിൽക്കാൻ അന്ത്യത്തോളം ഞങ്ങൾക്ക് കൃപ നൽകണം. നിന്റെ കർത്താവിന് കൂടെ കർത്താവിന് വേണ്ടി ജീവിപ്പാനും ഞങ്ങൾ വർദ്ധിപ്പാനും നീ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ആ മനോഹര ദേശത്ത് എത്തിച്ചേരുവാനും നീ ഞങ്ങൾക്ക് കൃപ നൽകണം. എല്ലാ മാനവും മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ ഇരിക്കട്ടെ. ജിക്കിക്ക് വേണ്ടി, റീനായ്ക്ക് വേണ്ടി, മോള് ജെയിന് വേണ്ടി, ജീനായ്ക്ക് വേണ്ടി, ജെറമിക്ക് വേണ്ടി, ഈ കുടുംബത്തോട് ബന്ധപ്പെട്ടവർ, മാത്തുക്കുട്ടി ഞങ്ങളുടെ ആന്റി ഇവിടെയുണ്ട്, കൊട്ടാരക്കരയിൽ നിന്ന് വന്ന റീനമോളുടെ പിതാവ് ഇവിടെയുണ്ട്. നീ അവർക്കൊക്കെ കൊടുത്ത അനുഗ്രഹം, കുഞ്ഞുങ്ങളെ കണ്ടും കുഞ്ഞുങ്ങളെ കൊണ്ടും സന്തോഷിപ്പാൻ നീ അവർക്ക് കൃപ നൽകിയല്ലോ. ഭൗതിക അനുഗ്രഹങ്ങളെക്കാൾ അവരുടെ ആത്മീകമായ അനുഗ്രഹത്തിൽ അവരന്ത്യത്തോളം നിൽപ്പാൻ കൃപ നൽകണം. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. സൗഖ്യത്തോടെ നീ മടക്കി കൊണ്ടുപോകണം. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതുകൊണ്ട് സ്തോത്രം. എല്ലാ നന്മകൾക്കായിട്ടും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.